ഗുഡ് മോർണിംഗ് ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് നടക്കാൻ ഇറങ്ങി, എവിടെ ഫാക്ടറിയുടെ പുറത്ത് തന്നെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് നടക്കുന്ന സമയത്താണ് ഞാനൊരു കാര്യം ചിന്തിച്ചത്. നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർ എങ്ങനെയാണ് താമസിക്കണത്, അതും ഫാമിലി ആയിട്ട് അവർ വന്ന് താമസിക്കണത്. അപ്പോൾ എങ്ങനെയാണ് അവർ താമസിക്കുന്നതും അവരെ റൂം കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് എനിക്കൊരു ഐഡിയ. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഗൈസ്, അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നും അവരുടെ ജീവിത ശൈലികൾ എങ്ങനെയാണെന്നും. ഇവിടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഗൈസ്, ഇവിടെ 5 വയസ്സായിട്ടും ഇവർ പഠിപ്പ് കാര്യത്തിനൊന്നും പോകാറില്ല, പഠിക്കാൻ വിടാറില്ല. ഇപ്പോഴും പിള്ളേർ അങ്ങനെ ഇങ്ങനെ കിടന്ന് നടക്കാറുണ്ട് ഗൈസ്. കാരണം നമ്മളിപ്പോൾ നിൽക്കണ ആലോചിക്കണം, നമ്മൾ 2025 ഗൈസ്. 2025 ഇവിടെ അങ്ങനെ പഠിക്കാനൊന്നും അവർ പോകാറില്ല. ഇവർ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് ഒരു 14 വയസ്സ് കഴിഞ്ഞാലും ഇവർ ഫേക്ക് ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ട് പണിക്ക് വിടാണ് കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗം പേർക്കും അധികം പഠിപ്പും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ കൂടുതലും വരെ ഈ കക്കാൻ പോവൽ, പിടിച്ചു വാങ്ങൽ, പിന്നെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോകാൻ പോവൽ. കാരണം ഇവർക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല ഗൈസ്. അതിൻ്റെ ഒരു കുറവാണ്. ഇപ്പോഴും നമ്മുടെ ഇത്രയും ഇന്ത്യ ഇത്രയും ഡെവലപ്മെൻ്റായിട്ട് പോയി എന്നും പറഞ്ഞിട്ട് ഇപ്പോഴും കുറേ പേർക്ക് നമുക്ക് പഠിപ്പും കാര്യങ്ങളൊന്നും കിട്ടാത്തവർ കുറേ പേരുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് ഇവരുടെ റൂമുകൾ, നിങ്ങൾ നോക്കുക ഗൈസ്. ഇതാണ് ഇവരുടെ റൂമുകൾ. അങ്ങനെ ഓരോരോ റൂമുകളാണ്. ഓരോരോ റൂമുകളിലും ഇവർ ഓരോ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്, ബാച്ചിലേഴ്സ് ആയിട്ടല്ല, ഓരോ ഫാമിലി. അപ്പോൾ 4 പേരുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു റൂമിൽ 4 പേരുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ 4 എന്നുള്ളത് 5 പേരായിരിക്കാം. പക്ഷെ അവരുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ എത്ര സ്പേസ് കിട്ടുമെന്ന് പറയണം. എന്നിട്ട് ഇവരുടെ ഒരു റൂമിലേക്ക് ഞാൻ പോവാം. കാരണം ആ റൂമിൽ നിന്ന് ആൾ കാലിയായി. അപ്പോൾ അവരുടെ ഇതാണ് ഇവരുടെ അവസ്ഥ കാര്യങ്ങൾ. കാരണം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് ഇവരുടെ ഉള്ളിലേക്ക് കയറും. ഇതാണ് ഒരു റൂം ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇവരുടെ ഒരു റൂം. ഈ ഒരു റൂമിലാണ് 4 പേര് ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു ഫാമിലി ആയി താമസിക്കുമ്പോൾ എത്രയധികം സാധനങ്ങളും അതും ഈ റൂമിൽ തന്നെയാണ്. ഒരു ഫുഡ് വയ്ക്കുക കാര്യങ്ങൾ എല്ലാം ചെയ്യണത് ഈ റൂമിലാണ്. ഇവരുടെയൊക്കെ എങ്ങനെ ഇവരൊക്കെ ഉണ്ട്. നമ്മൾ ഒരു കേരളത്തിൽ ആൾ ഇപ്പോൾ ഇതേപോലെ ജീവിക്കണവരുടെ വല്ലവരുണ്ടാവും, ഇതേപോലെ പഠിക്കാൻ പോകാത്തൊരു വല്ലവരുണ്ടാവും. എത്ര കേരളം ഇങ്ങനെ നമ്മളെ കേരളം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉള്ളൊരു കാര്യങ്ങളാണ് ഞാൻ ഇത് പറയണത്. കേരളത്തിൽ എത്ര ഡെവലപ്മെൻ്റ് ആയിരിക്കുന്നത് കേരളം ഇതിനെ പറ്റി നോക്കുമ്പോൾ. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇനിയുള്ള എല്ലാ വീഡിയോയിലും ഓരോന്നായിട്ട് ഞാൻ പറയാം. കാരണം ഇവിടുത്തെ ഓട്ടോറിക്ഷ എന്ന് പറയാനായിട്ട് മെയിനായിട്ട് പറയാം, നമ്മുടെ നാട്ടിലും ഇവിടുത്തെ ഓട്ടോറിക്ഷ നമ്മൾ കുറേ വ്യത്യാസമുണ്ട് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. കാരണം നമ്മുടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്നോവ കാറ് പോലെയാണ്. ഒരു ഓട്ടോറിക്ഷയിൽ 10 പേരൊക്കെ കയറിയിട്ടാണ് ഗൈസ് പോവുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എനിക്കും ടൈമായി, ഡ്യൂട്ടി കയറുന്ന ടൈമായിരിക്കുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടും ഇടണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനായിട്ട് ഇതാക്കിയിട്ട് മെച്ചപ്പെടുത്തിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഗൈസ്. പിന്നെ ഒരു കാര്യം കൂടി മറന്നു പറയാനായിട്ട്, ആ കാണുന്ന സബ്സ്ക്രൈബറും ആ ബെൽ ബട്ടണും ഇതൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടൊക്കെ വന്നോളൂ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.